പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഒന്നാം വർഷ പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെൻറ്റ് സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. VHSE എഡ്യൂക്കേഷൻ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് അപേക്ഷകർക്ക് തങ്ങളുടെ റാങ്ക് പരിശോധിക്കാവുന്നതാണ്. ഇതിനായി ഉള്ള സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ സൈറ്റിൽ എത്തിച്ചേർന്നാൽ സൈൻ ഇൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ആദ്യമായി നമ്മൾ ലോഗിൻ ചെയ്യുകയാണ് വേണ്ടത്. അഡ്മിഷൻ 2024-25 എന്ന് കാണാം. ഇവിടെ യൂസർ നെയിമായി ഈ സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അപേക്ഷാ സമയത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറും നമ്മൾ അപ്പോൾ സെറ്റ് ചെയ്ത പാസ്വേഡും നൽകി താഴെ കാണുന്ന ക്യാപ്ചയും എൻ്റർ ചെയ്ത് ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈറ്റിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. പാസ്വേഡ് മറന്നുപോയിട്ടുള്ളവർക്ക് ഫോർഗോട്ട് പാസ്വേഡ് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP ഉപയോഗിച്ച് പാസ്വേഡ് റീസെറ്റ് ചെയ്യാവുന്നതാണ്. യൂസർ നെയിമായി മൊബൈൽ നമ്പറും പാസ്വേഡും ക്യാപ്ചയും എൻ്റർ ചെയ്ത് ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ഇവിടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന ആദ്യത്തെ ഓപ്ഷനിൽ നമുക്ക് അലോട്ട്മെൻറ്റ് റിസൾട്ട് കാണാവുന്നതാണ്. ഡൗൺലോഡ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അലോട്ട്മെൻറ്റ് സ്ലിപ്പ് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അഡ്മിഷൻ സമയത്ത് ഈ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് ആവശ്യമാണ്. ഇവിടെ നമുക്ക് അലോട്ട്മെൻറ്റ് കാണാം. കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ്. ഇവിടെയാണ് ഡൗൺലോഡായി കിടക്കുന്നത്. ആദ്യത്തെ അലോട്ട്മെൻറ്റ് സ്ലിപ്പിൽ 2 പേജുകളാണുള്ളത്. ആദ്യത്തെ പേജിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് എല്ലാം നൽകി രക്ഷകർത്താവും കുട്ടിയും ഒപ്പിട്ട് അഡ്മിഷൻ സമയത്ത് നൽകേണ്ടതുണ്ട്. രണ്ടാമത്തെ പേജ് നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ നൽകിയ വിവരങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ്. താഴെയായി അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്ന സ്കൂളും കോഴ്സും കാര്യങ്ങളും കാണുവാനായിട്ടും സാധിക്കും. ഒന്നാമത്തെ ഓപ്ഷനിൽ തന്നെ അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന കുട്ടിക്ക് സ്ഥിര അഡ്മിഷൻ മാത്രമാണുള്ളത്. ഇവർ ഫീസ് അടച്ച് സർട്ടിഫിക്കറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് സ്ഥിരപ്രവേശനം നേടേണ്ടതുണ്ട്. അല്ലെങ്കിൽ അഡ്മിഷൻ പ്രൊസീജിയറിൽ നിന്ന് ഔട്ടാകും. ആദ്യത്തെ ഓപ്ഷനിലല്ല അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നതെങ്കിൽ ഫീസ് അടയ്ക്കാതെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് മാത്രം സമർപ്പിച്ച് താൽക്കാലിക അഡ്മിഷൻ എടുക്കാനുള്ള അവസരമുണ്ട്. ആഗ്രഹിക്കുന്നെങ്കിൽ മുകളിലുള്ള ഓപ്ഷനെല്ലാം ക്യാൻസൽ ചെയ്തുകൊണ്ട് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ വെച്ചുകൊണ്ട് തന്നെ സ്ഥിരപ്രവേശനം നേടുകയും ആകാം. താൽക്കാലിക പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ അവരുടെ സെലക്റ്റീവായിട്ടുള്ള ഓപ്ഷൻ, പ്രത്യേകമായിട്ടുള്ള ചില ഓപ്ഷനുകൾ മാത്രമായിട്ടും വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അതിനുള്ള അപേക്ഷ സെലക്റ്റീവ് ഓപ്ഷൻ ഡെലീഷൻ ഈ അഡ്മിഷൻ സമയത്ത് ഈ അപേക്ഷ ആ സ്കൂളിൽ സമർപ്പിക്കുക. ഈ പ്രാവശ്യം അഡ്മിഷൻ കിട്ടാത്ത അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അലോട്ട്മെൻറ്റ് റിസൾട്ട് നോക്കുമ്പോൾ സോറി യു ഡോണ്ട് ഗെറ്റ് അലോട്ട്മെൻറ്റ് റൈറ്റ് നൗ, വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് കാണാം. ഇവിടെ രണ്ടാമത് കാണുന്ന ഓപ്ഷനായ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ നൽകിയിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് നിങ്ങളുടെ റാങ്കും അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്ന റാങ്കും കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റിനുള്ള സാധ്യത മനസ്സിലാക്കുവാനായിട്ടും സാധിക്കും. ഇനി ഒന്നാം അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല എന്നുകൊണ്ട് നിരാശരാകേണ്ട കാര്യമില്ല. മുഖ്യ അലോട്ട്മെൻറ്റിൽ സാധാരണ ഇനി 2 അലോട്ട്മെൻറ്റ് കൂടി ഉണ്ടാകുന്നതാണ്. ഇതുകൂടാതെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ട്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സമയത്ത് അപേക്ഷ പുതുക്കി നൽകേണ്ടതായിട്ടുണ്ട്. പുതിയ അപേക്ഷകൾ വയ്ക്കുവാനും സാധിക്കും ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക്. അപ്പോൾ ഇനിയും അലോട്ട്മെൻറ്റുകൾ വരാനുണ്ട്. നിങ്ങൾക്ക് തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ എല്ലാവർക്കും അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഒന്നാം അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജൂൺ 5-ാം തീയതി മുതൽ 7-ാം തീയതി വൈകിട്ട് 4 മണി വരെയാണ് അഡ്മിഷൻ എടുക്കാനുള്ള സമയം. ഈ സമയപരിധിക്കുള്ളിൽ അവരുടെ സാഹചര്യങ്ങളെ അനുസരിച്ചുകൊണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ എല്ലാം ലഭിച്ചിരിക്കുന്നത് താൽക്കാലിക അഡ്മിഷൻ എടുക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ സ്ഥിര അഡ്മിഷൻ മാത്രമേ സാധ്യമുള്ളൂ. അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്നവർ 7-ാം തീയതി വൈകിട്ട് 4 മണിക്കുള്ളിൽ അഡ്മിഷൻ എടുത്തില്ല എങ്കിൽ അഡ്മിഷൻ പ്രൊസീജിയറിൽ നിന്ന് പുറത്താകും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. നന്ദി, നമസ്കാരം.